ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. മൊട്ട അടിക്കുന്നതിൻ്റെ ശാസ്ത്രീയത എന്ത്? മൊട്ട അടിക്കുന്നത് മരണത്തിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ്. ജ്യോതിഷം എന്ന അത്ഭുത ശാസ്ത്രത്തിലൂടെ നാം മുന്നേറുമ്പോൾ വളരെ മോശമായ സമയത്തിലൂടെ കടന്നു പോവുക, അല്ലെങ്കിൽ മരണത്തിന് സമമായ അവസ്ഥയിലൂടെ കടന്നു പോവേണ്ടി വരും എന്ന് നാം മുൻകൂട്ടി മനസ്സിലാക്കിയാൽ മൊട്ടയടിക്കാൻ നമുക്ക് നിർദ്ദേശിക്കാം. ഇത് ഒരു ഉത്തമമായ പരിഹാരമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിലൂടെ സഞ്ചരിക്കാം. യുദ്ധമെല്ലാം അവസാനിച്ചു. ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവിന് പാണ്ഡവരോട് തീരാത്ത പക ഉണ്ടായി. സ്വന്തം അച്ഛനെയും ദുര്യോധനാദികളെയും വധിച്ചതിന് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. പാണ്ഡവരുടെ വംശം ഇതോടെ അവസാനിക്കണമെന്ന് കരുതി പാണ്ഡവർക്ക് ദ്രൗപദിയിലുണ്ടായ 5 മക്കളെയും വധിച്ചു. അർജുനന്റെ മരുമകളായ ഉത്തരയുടെ വയറ്റിലുണ്ടായ കുഞ്ഞിനെയും നശിപ്പിച്ചു. ഭഗവാന്റെ ഇടപെടൽ മൂലം കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല. ഇതെല്ലാം കണ്ട അർജുനന്റെ ക്രോധം ആളിക്കത്തുകയായിരുന്നു. ഇനി അശ്വത്ഥാമാവിനെ വെറുതെ വിടാൻ കഴിയില്ല എന്ന് ആക്രോശിച്ചു. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണല്ലോ. യുധിഷ്ഠിരൻ തടുത്തു. ഗുരുവിന്റെ മകനാണ്. പക്ഷെ അർജുനൻ സമ്മതിച്ചില്ല. ഇവിടെയും ഭഗവാൻ ഇടപെട്ടു. അവന്റെ മുടി മുഴുവൻ മുറിക്കൂ, അത് മരണത്തിന് സമമാണെന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അർജുനൻ ഭഗവാന്റെ വാക്ക് അതേപടി സ്വീകരിച്ചു. നെറ്റിയിലെ രത്നവും ചൂഴ്ന്നെടുത്ത് മൊട്ടയും അടിച്ച് പറഞ്ഞുവിട്ടു. ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് അശ്വത്ഥാമാവിന് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. പിന്നീടുള്ള ജീവിതം വനാന്തരങ്ങളിൽ കഴിച്ചുകൂട്ടി. ഇതേപോലെ ഒരു സംഭവം കൂടി മഹാഭാരതത്തിൽ തന്നെയുണ്ട്. ദുര്യോധനന്റെ ഏക സഹോദരീ ഭർത്താവായ ജയദ്രഥന് ദ്രൗപദിയുടെ മേൽ ആഗ്രഹം വന്നു. വനവാസ സമയത്ത് ആരുമില്ലാത്ത സമയത്ത് ദ്രൗപദിയെ കടന്നുപിടിച്ചു. ഇതറിഞ്ഞ ഭീമൻ ജയദ്രഥന്റെ തല വെട്ടാനൊരുങ്ങി. അപ്പോഴും ചെയ്തത് ജയദ്രഥനെ മൊട്ടയടിച്ച് പുള്ളിവെച്ച് നാണം കെടുത്തി വിടുകയായിരുന്നു. മരണമാണ് ഭേദം എന്ന് ജയദ്രഥന് അപ്പോൾ തോന്നിയിട്ടുണ്ടാവണം. ജനിച്ച കുട്ടികൾക്ക് മൊട്ട അടിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത്? 1 വയസ്സിന് മുൻപ് അല്ലെങ്കിൽ 3 വയസ്സ് എന്നൊക്കെ കണക്കുണ്ട്. എന്തായിരിക്കും കാരണം? ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ മലവും മൂത്രവുമെല്ലാം ദേഹത്തും തലയിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. നല്ല എണ്ണ തേച്ചു കുളിക്കുമ്പോൾ ദേഹമെല്ലാം വൃത്തിയാവും. ശിരസ്സാണല്ലോ പ്രധാന ഭാഗം. അത് വൃത്തിയാക്കുന്നതിനായിരിക്കണം മൊട്ട അടിക്കുക എന്ന സമ്പ്രദായം തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഇത് പല രോഗങ്ങൾക്കും കാരണമാവും. നമ്മുടെ ഒരു സമ്പ്രദായവും തെറ്റല്ല. എല്ലാറ്റിനും ആത്മീയ രീതിയിലും ശാസ്ത്രീയ രീതിയിലും തക്കതായ മറുപടിയുണ്ട്. എത്രയൊക്കെ കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇതെല്ലാം തള്ളുമ്പോൾ നാം തന്നെ നമ്മുടെ കെണി ഒരുക്കുന്നതായി തോന്നിപ്പോവാറുണ്ട് പലപ്പോഴും. നന്ദി, നമസ്കാരം.